ആഗോളതലത്തിൽ തന്നെ ഓട്ടോ കോമ്പണൻസ് മേഖലയിൽ ഒരു ഗ്ലോബൽ ഹബ്ബായി മാറുന്ന രാജ്യമാണ് ഇന്ത്യ. പ്രതിവർഷം 25% ഉൽപാദനവും ഈ മേഖലയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ശക്തമായ വളർച്ച കൈവരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കോമ്പണൻസ് സപ്ലൈ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചും ഈ നേട്ടത്തിൽ ഗുണമുണ്ട്. 2025ഓടെ പ്രതിവർഷം 4 മില്യൺ ഇവികൾ വിറ്റഴിക്കുന്നതിനാണ് ഇന്ത്യൻ ഓട്ടോ വ്യവസായം ലക്ഷ്യമിടുന്നത്. 2030ഓടെ $206 ബില്യൺ ഈ വിപണിയെ ഉയർത്താനും ശ്രമങ്ങളുണ്ട്. ഈ വളർച്ച 2025 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഓട്ടോ കോമ്പണൻസ് ഇൻഡസ്ട്രിയെ ആഗോളതലത്തിലെ തന്നെ 3ാം സ്ഥാനത്തേക്ക് ഉയരുന്നതിലേക്ക് നയിക്കും. കാരണം ഈ മേഖലയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ധാരാളം ഘടകങ്ങൾ നിലവിലുണ്ട്. യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായി പ്രവർത്തിക്കാനുള്ള അവസരം ഇന്ത്യയിലുണ്ട്. മാത്രമല്ല, ഇത്തരം കമ്പനികളെ സംബന്ധിച്ച് അവരുടെ പ്രധാന റോ മെറ്റീരിയൽ ആയിട്ടുള്ള സ്റ്റീൽ ഉൽപാദനത്തിൽ ഇന്ത്യ ലോകത്തിൽ തന്നെ 2ാം സ്ഥാനത്താണുള്ളത്. അതും ഒരു കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. ഇതിനെല്ലാം പുറമെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓട്ടോ കോമ്പണന്റ് സോഴ്സിംഗ് ഹബ്ബായി ഇന്ത്യ വളരുന്നുണ്ട്. സംവർദ്ധന മദേഴ്സൺ, ബോഷ് ലിമിറ്റഡ്, ഭാരത് ഫോർജ് പോലുള്ള കമ്പനികളൊക്കെ ഈ ഫീൽഡിൽ ലാർജ് പ്ലേയേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ മിഡ് ക്യാപ് സ്പേസിൽ ഉൾപ്പെടുന്ന മറ്റൊരു കമ്പനി കൂടിയുണ്ട്, CIE ഓട്ടോമോട്ടീവ്. മിഡ് ക്യാപ് കമ്പനി ആണെങ്കിൽ കൂടിയും ഈ ഇൻഡസ്ട്രി ലീഡ് ചെയ്ത് നിൽക്കുന്ന കമ്പനികളിൽ ഇതും ഉൾപ്പെടുന്നുണ്ട്. മഹീന്ദ്ര CIE ഓട്ടോമോട്ടീവ് ലിമിറ്റഡ് എന്നറിയപ്പെട്ടിരുന്ന കമ്പനി സ്പെയിനിലെ CIE ഓട്ടോമോട്ടീവിന്റെ ഉപസ്ഥാപനം കൂടിയാണ്. മഹീന്ദ്ര വെഹിക്കിൾസ് മാനുഫാക്ചറിംഗ് ലിമിറ്റഡിനും കമ്പനിയിൽ ഒരു പ്രധാന ഓഹരി പങ്കാളിത്തമുണ്ട്. സ്പെയിനിലെ മാഡ്രിഡ് ബിൽബോ സ്റ്റോക്ക് മാർക്കറ്റിലും കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 15 രാജ്യങ്ങളിലായി കമ്പനിയുടെ സാന്നിധ്യവുമുണ്ട്. അലുമിനിയം, ഫോർജിംഗ്, സ്റ്റാമ്പിംഗ് ആൻഡ് ട്യൂബ് വെൽഡിംഗ്, മെഷീനിംഗ്, പ്ലാസ്റ്റിക്, കാസ്റ്റിംഗ് ആൻഡ് റൂഫ് സിസ്റ്റംസ് എന്നിങ്ങനെയുള്ള 7 ടെക്നോളജികളിലാണ് കമ്പനി കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് സ്ട്രോങ് ആയി തുടരുന്നുണ്ട്. ബാധ്യതകൾ ക്രമാതീതമായി കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ രേഖപ്പെടുത്താനും കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. ഇനി ക്യാഷ് ഫ്ലോ പരിശോധിച്ചാലും നല്ല രീതിയിൽ ഉണ്ടെന്ന് കാണാം. മാത്രമല്ല, ഇപ്പോഴും കമ്പനിയുടെ 65% ഓഹരികളും പ്രൊമോട്ടേഴ്സ് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നതും. ഈ ഫാക്ടേഴ്സ് ഒക്കെ പോസിറ്റീവായിട്ട് തുടരുന്നുണ്ടെങ്കിലും വരുമാന വളർച്ച നോക്കിയാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ROI പരിശോധിക്കുമ്പോഴും ദുർബലമായി തുടരുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് കമ്പനിയുടെ ഡിസംബർ പാദത്തിലെ നമ്പേഴ്സ് പുറത്തു വന്നത്. ഈ നമ്പേഴ്സ് വെച്ചുകൊണ്ട് കമ്പനിയുടെ ഫ്യൂച്ചറിലേക്കുള്ള ഗ്രോത്ത് എങ്ങനെ തുടരുന്നുണ്ട് എന്ന് നോക്കാം. ഒപ്പം ഇപ്പറഞ്ഞ പോസിറ്റീവ് ഫാക്ടേഴ്സിനെ ജസ്റ്റിഫൈസ് ചെയ്യുന്നതാണോ ഈ നമ്പേഴ്സ് എന്നുകൂടി പരിശോധിക്കാം. കമ്പനിയുടെ കലണ്ടർ എയിലെ 4ാം പാദത്തിൽ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കമ്പനിക്ക് ഉണ്ടായത്. ഇന്ത്യയിലും യൂറോപ്പിലും പ്രതീക്ഷിച്ച അത്ര മികച്ച വളർച്ച രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിരുന്നില്ല. യൂറോപ്പിനെ വിപണിയിലെ ഡിമാൻഡ് ഒക്കെ തന്നെ വീക്കായി തന്നെ തുടരാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലും. കാരണം ലൈറ്റ് വെഹിക്കിൾ പ്രൊഡക്ഷൻ 2024 ഏകദേശം 3% ഇയർ ഓൺ ഇയർ ഇടിവ് രേഖപ്പെടുത്തുമെന്നാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല, കമ്പനിയുടെ തന്നെ സബ്സിഡിയറി ആയിട്ടുള്ള മെറ്റൽ കാസ്റ്റലയുടെ പെർഫോമൻസും വരും പാദങ്ങളിൽ മ്യൂട്ടഡ് ആയിട്ടുള്ള ഗ്രോത്ത് കാഴ്ചവെക്കാനാണ് സാധ്യത. ഈ കാര്യങ്ങൾ പരിഗണിച്ച് വരും വർഷങ്ങളിലേക്ക് കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയറിന്റെ എസ്റ്റിമേറ്റ്സും പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള മോത്തിലാൽ വെട്ടിക്കുറച്ചിരുന്നു. 4ാം പാദത്തിലും വരുമാനം ഇയർ ഓൺ ഇയർ ബേസിസിൽ ഫ്ലാറ്റ് ആയിട്ട് തുടരുന്നു. ഇന്ത്യയിൽ 6% വരുമാന വളർച്ചയാണ് ഉണ്ടായത്. എന്നാൽ യൂറോപ്പിലെ വരുമാന വളർച്ചയിൽ ഒരു ഇടിവാണ് ഉണ്ടായത്. 11% കുറവാണ് രേഖപ്പെടുത്തിയത്. ഇനി എബിഡ കണക്കുകൾ നോക്കിയാൽ 3.3 ബില്യൺ രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ 12% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എബിഡ മാർജിൻ നോക്കുമ്പോഴും 14.6%. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 6% വർദ്ധിച്ച 1.8 ബില്യൺ രൂപയായി. ഈ നമ്പേഴ്സ് എല്ലാം ബ്രോക്കറേജിന്റെ എസ്റ്റിമേറ്റ്സിനൊത്ത് ഉയർന്നിട്ടില്ല എന്നതാണ് വാസ്തവം. കാരണം കഴിഞ്ഞ വർഷത്തിൽ കമ്പനിയുടെ വരുമാനം, എബിഡ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നിവ യഥാക്രമം 6%, 12%, 17% വളർച്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തവണ കമ്പനി ഫൈനൽ ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഓഹരി ഒന്നിന് 5 രൂപ നിരക്കിലാണ്. നേരത്തെ നമ്മൾ കമ്പനിക്ക് മികച്ച ക്യാഷ് ഫ്ലോ ഉണ്ടെന്ന് സൂചിപ്പിച്ചു.
കഴിഞ്ഞ വർഷം കമ്പനിയുടെ ക്യാഷ് ഫ്ലോ 8.7 ബില്യൺ രൂപയായിരുന്നു. ക്യാപെക്സ് നോക്കിയാൽ 5.1 കോടി രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിസൾട്ടിന് ശേഷം മാനേജ്മെന്റും നിലവിൽ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. EV പ്രൊജക്ടുകൾ നടപ്പിലാക്കാൻ വൈകിയതാണ് 4ാം പാദത്തിൽ വളർച്ചയെ അഫക്ട് ചെയ്തെന്ന് കമ്പനി പറഞ്ഞിരുന്നു. എങ്കിലും മുന്നോട്ടേക്ക് ഔട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചേക്കുമെന്ന തരത്തിൽ ഗൈഡൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി 14% ഉയർന്നിട്ടുണ്ട്. എന്നാൽ യൂറോപ്പിലെ ലൈറ്റ് വെഹിക്കിൾ വിപണിയിൽ കമ്പനിക്ക് കാര്യമായിട്ടുള്ള വളർച്ച അടുത്തൊരു 4-5 വർഷത്തേക്ക് രേഖപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ലൈറ്റ് വെഹിക്കിളിന്റെ EVയിലോട്ടുള്ള മാറ്റവും മന്ദഗതിയിലാകുമെന്നാണ് പറഞ്ഞത്. മെറ്റൽ കാസ്റ്റലോയുടെ വളർച്ചയും സമാന രീതിയിൽ തന്നെയായിരിക്കും തുടരുക. US-ൽ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ഇലക്ഷനും ഒപ്പം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഇപ്പോൾ തുടരുന്ന ദുർബലമായിട്ടുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്ത് കമ്പനിക്കും മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വളർച്ച മാത്രമേ അടുത്തൊരു 2-3 പാദങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. പക്ഷേ ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും കമ്പനി EV മേഖലയിൽ കൂടുതൽ വളരുന്നതിനും ഒപ്പം തന്നെ ലാഭക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് നിലവിലെ സ്ഥിതിഗതികളിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാമെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മൾട്ടി ബാഗർ നേട്ടം വിപണിയിൽ നൽകാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഈ വർഷം ആരംഭിച്ചതിന് ശേഷം ഓഹരിയുടെ പ്രകടനത്തിലും ഒരു മന്ദത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 14% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഇപ്പോൾ മോത്തിലാൽ പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകിക്കൊണ്ട് ഓഹരിക്ക് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് 540 രൂപയാണ്. അതായത് 540 രൂപ വരെ ഈ ഒരു സ്റ്റോക്ക് ഉയർന്നേക്കാം എന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ വിപണിയിൽ കമ്പനിയുടെ ഓഹരി ഒരു ഇടിവിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2% ഒരു ഇടിവിൽ 463 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്.